അല്ല ഗീസ, ചിത്രൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടോ? അതോ ചിത്രൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ മൊയിലാളിയാണ് ഏ എന്നതുകൊണ്ട് അവനോട് തോന്നുന്ന ഒരു സ്നേഹമാണോ നിങ്ങൾക്ക്? ചിത്രൻ്റെ തുടക്കം എന്നുള്ള വീഡിയോസ് കണ്ടിട്ട് എക്സ്പീരിയൻസിൽ എത്ര പേരുണ്ട് ഗീസ് ഇവിടെ? അല്ലെങ്കിൽ ചിത്രൻ്റെ വീഡിയോ കണ്ടതിന് ശേഷവും ചിത്രൻ്റെ തുടക്കമുള്ള വീഡിയോസ് തപ്പിപ്പോയി കണ്ട് ചിത്രൻ്റെ ഒരു വൈബ് എന്താണ്, ചിത്രൻ്റെ ലൈഫ് എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ? നിങ്ങൾ എത്ര പേരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇത് പറയാൻ ഒരു കൃത്യമായ കാരണമുണ്ട് കേസ്. ചിത്രൻ സ്വന്തം നാട്ടിൽ 3 വർഷങ്ങൾക്ക് ശേഷമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. 3 വർഷങ്ങൾക്ക് ശേഷം ഓൻ നാട്ടിലെത്തിയപ്പം അവനെ സ്വീകരിക്കും ഒരുപാട് ആളുകളുണ്ട്, മന്ത്രിമാർ, അങ്ങനെ ഇങ്ങനെ സ്കൂളിലെ ആൾക്കാർ, ഓ അയ്യോ എന്തൊക്കെയാണ് കുറേ സംഭവങ്ങൾ. ഹെയ്റ്റേഴ്സ് കാര്യമായിട്ട് ഇല്ലാത്ത ഒരാളാണ് ചിത്രൻ. ഹെയ്റ്റേഴ്സ് ഇല്ലാന്ന് തന്നെ ഒരു കാര്യത്തിൽ പറയാം. പക്ഷേ ഇപ്പോൾ പിന്നെ അതിന് ശേഷം എന്താ വെച്ചാൽ കുറേശ്ശെ ഇങ്ങനെ വന്നു തുടങ്ങി. ചിലർ വെള്ളം അടിച്ചിരിക്കുമ്പോൾ കഞ്ചാവ് അടിച്ചിരിക്കുന്ന സമയത്ത് ചിത്രൻ്റെ വീഡിയോ കാണുമ്പോൾ അവർക്ക് പിടിക്കുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ നന്മയുള്ള മുഖങ്ങൾ ചില ക്രൂരന്മാർക്ക് പിടിക്കില്ല, അപ്പോൾ അവർ അതിനെ തിന്മയായിട്ടൊക്കെ കരുതുക. അങ്ങനെ കുറേ ജന്തുക്കൾ, വൃത്തിയുള്ള ജന്തുക്കൾ അവിടെ ഉണ്ടാവും, വേറെ പോട്ടെ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തന്ന കാര്യം, ചിത്രൻ നാട്ടിലെത്തിയപ്പം ചിത്രൻ്റെ ഫേസ്ബുക്കിലൊക്കെ പ്രത്യേകിച്ച് ചിത്രൻ്റെ വീഡിയോസിന് താഴെ കമൻറ്റുകൾ, തിന്നിട്ട് എല്ലുമ്പോൾ കുത്തുകയാണ്, ഇങ്ങനെ യാത്ര ചെയ്യാൻ ആർക്കും പറ്റും, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാണ്ട് നടക്കുകയാണെന്നൊക്കെ. ചിത്രൻ്റെ കുടുംബം നോക്കണത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ അവൻ എന്താ പറയുക യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ കിട്ടുന്ന കാശ് കൊണ്ടും ഒക്കെയാണ് കേസ്. അവനവൻ്റെ പാഷൻ്റെ പിറകെ പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, ചിത്രനെ സ്കൂളുകാരും അവരും ഇവരൊക്കെ ഓരോ പരിപാടികൾക്ക് വിളിക്കുന്നു, മന്ത്രിമാരെ എടുത്തു വരുന്നു, ഇതൊക്കെ സംബന്ധിച്ച് ഒരു കാര്യം പറയട്ടെ കേസ്, അവൻ സക്സസ്ഫുൾ ആയതുകൊണ്ട് എത്ര ആൾക്കാർ കൂടുതലുള്ളത്. നിങ്ങൾ ചിത്രനെ എന്താണ് ഒരു സ്കൂളിൽ പോയിട്ട് ഒരു പരിപാടിക്ക് ടീച്ചേഴ്സ് എന്താ പറയുക, ചിത്രൻ ഒരു മാതൃകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും യാത്ര ചെയ്യാൻ പോകണമെന്നാണോ, അത് നിങ്ങളുടെ പാഷൻ്റെ പുറകെ പോകണമെന്നാണോ? യാത്ര ചെയ്യാൻ പോകണമെന്നാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ പാഷൻ്റെ പുറകെ പോകണമെന്നാണ് ആളുകൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക. പാഷൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണ മാതിരി വഴി സിമ്പിളൊന്നുമല്ല, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണ് ഗൈസ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് സാധാരണ കല്ലും മുള്ളല്ല, ഞാൻ ഒരു മെറ്റഫറിക്കൽ ലെവലിൽ പറയുകയാണ്, ഒരു നടുക്കടലിൽ നിന്നിട്ട് അന്തം വിട്ട് മേപ്പിട്ടിരിക്കണ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഗൈസ്. എത്ര പേര് കളിയാക്കിയിട്ട് പൂച്ചിച്ചിട്ട് ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മളെ പീഡിപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ലൈംഗികമായിട്ടൊക്കെ പീഡിപ്പിക്കപ്പെട്ടേക്കാം, സാമ്പത്തികമായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാശില്ലാത്ത അവസ്ഥ, ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ടായിരിക്കും, നമ്മളെ കൊണ്ട് സാധിക്കൂല എന്ന്, അല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ ആരിടാന്നുള്ളത്. അതുപോലെ നമ്മളെ വല്ല കൊലപാതകികളെ കാണുന്ന പോലെ ആയിരിക്കും പലപ്പോഴും നമ്മൾ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ടായിരിക്കും, പലരും വീട്ടിലേക്ക് നമ്മളെ കയറ്റൂല ഒക്കെ. പക്ഷെ നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ എല്ലാ നാറികളും വരും, അതാണ് കാര്യം. സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മളെ ഏറ്റെടുക്കുക എല്ലാവരും ഉണ്ടായിരിക്കും. നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ അങ്ങനെ ആളുകൾ ആരും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ചിത്രനെ പറഞ്ഞിട്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, എന്നാലും എന്താ വെച്ചാൽ നമ്മൾ പിന്തിരിഞ്ഞ് പോകരുത് എന്നൊരു സംഗതി. അപ്പോൾ ചിത്രനെ അവൻ്റെ നാട്ടിൽ വന്നിട്ട് അതുപോലെ വയനാട്ടിലേക്കുള്ള അവൻ്റെ യാത്രയൊക്കെ ഉണ്ടാവില്ലേ, ആളുകൾ മീഡിയക്കാർ കൂടെ കൂടിയിട്ട് പറയുമ്പോൾ ഇതൊക്കെ മറ്റേ തുടക്കത്തിലുണ്ടായിരുന്നു ഈ സപ്പോർട്ട് കേസ്, കുണ്ടി ഉണ്ടായിരുന്നു, കുണ്ടി. ഇപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇപ്പോൾ എല്ലാവർക്കും ചിത്രനെ വേണം. അയ്യോ എന്താല്ലേ, എല്ലാവർക്കും ചിത്രനെ വേണം. ചിത്രം വളരെ യുണീക്കാണ്, ചിത്രൻ ഒരു മാതൃകയാണ്, ചിത്രൻ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഇങ്ങനെ യാത്രകൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തരണു എന്നൊക്കെ പറയുമ്പോൾ, തുടക്കത്തിൽ ഇപ്പം പോകുമ്പോൾ ആളുകൾ കണ്ടിരുന്ന ഒരു രീതി എന്താണ്, അവൻ തോന്നിയ ദിവസം കാണിച്ചിട്ട് അവൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവൻ യാത്ര ചെയ്യുന്നു, കുടുംബത്തെ നോക്കണ്ടേ, അങ്ങനെ എങ്ങനെയെന്നായിരിക്കും ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ പാഷൻ്റെ പുറകെ പോകുമ്പോൾ അല്ലേ. അതാണ് കാര്യം. എന്തായാലും നന്നായിട്ടുണ്ട്. ചിത്രം അങ്ങനെ യാത്ര ചെയ്യാൻ പോയിട്ട് ഇത് കണ്ടപ്പോഴേക്കും ഒരു ഓർമ്മ വന്നു കേസ്. കുറേ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടാനോ ഉള്ള ലെവലിലൊക്കെ ഒരു ചെങ്ങായി, ഇൻ ടു ദ വൈൽഡ് എന്നുള്ള മൂവിയിൽ ഒരു ചെങ്ങായി പോണ ഒരു പോക്കില്ലേ, അവൻ്റെ കാമുകീനെയൊക്കെ ഒഴിവാക്കിയിട്ട് അവറ്റ് പോണ പോക്കുണ്ട്. അത് നല്ല കാഴ്ചക്കാരൻ, അവതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അവിടെ ഒരു ഒരു കാട്ടുവേര് എന്താ അവൻ കഴിക്കും അബദ്ധത്തിൽ അറിയാണ്ട്. അങ്ങനെ അവൻ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ദഹനമൊന്നും ശരിയാവാണ്ട് അങ്ങനെ ചാവും അവൻ. ഇതാണ് സംഭവം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇവൻ ഒറ്റയ്ക്ക് നമ്മുടെ ചിത്രം കേട്ടോ, ചിത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവനെ തലേ കയറ്റി വയ്ക്കുക ഒരുപാട് പേരുണ്ട്. എന്നാന്നാവോ താഴ്ത്തിടണത്, നല്ല നെഗറ്റീവ് കമൻറ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട്, ആളുകൾ അത്ര സെലിബ്രിറ്റി ആയിട്ട് എടുക്കാത്ത ഒരവസ്ഥയിൽ ചിത്രം ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം എന്താ വെച്ചാൽ മീഡിയക്കാരൊക്കെ തലേ കയറ്റി ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്കും ഇങ്ങനെ തോന്നും അവനിപ്പോൾ വലിയ സപ്പോർട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ അതിന് മാത്രമൊന്നുമില്ല എന്ന് സാധനം. ഇതാണ് മലയാളികളുടെ ഒരു ദൂഷിച്ച ചിന്ത കേസ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ അതിന് വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് എൻ്റെ പോയിൻ്റ്, ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യത്യാസങ്ങളെ. ഇപ്പോൾ മറ്റേ കനാൽ ബോയ്സ് ഇല്ലേ കേസേ, കനാൽ ബോയ്സിനെ തുടക്കത്തിൽ അവരെ ആരും ശ്രദ്ധിച്ചാറില്ല, ഇവരെന്താ വെറുപ്പിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരാരും ശ്രദ്ധിച്ചായിരുന്നില്ല, ഒരു പട്ടിയുടെ വിലയും കൂടി ആൾക്കാർ കൊടുത്തിരുന്നില്ല. പക്ഷേ അവിടെ കുറേ ചൂക്കി കിഡ്സിനെ ഡ്രഗ്സിൻ്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ പിടിച്ച സമയത്ത് അപ്പോഴാണ് കനാൽ ബോയ്സിനെ കുറിച്ച് ആളുകൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കനാൽ ബോയ്സ് കണ്ടോ, അവർ കനാലിൽ നിന്നിട്ടോ
അവർ മറ്റേ ബ്രെഡോ എന്തോ സാധനം അതും തിന്നിട്ട് ചായയും കുടിച്ച് സിമ്പിൾ ലൈഫായിട്ട് പോണത്. അവർ ഈ ഡ്രഗ്സിക്ക് ഇതിക്കൊന്നും പോകണില്ല പറഞ്ഞിട്ട്. അങ്ങനെ കമൻറ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവരും കനൽ ബോയ്സിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങി. അവരെ ഭയങ്കരമായിട്ട് തലകയറ്റി വെക്കാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ. അപ്പോൾ പിന്നീട് എന്തുണ്ടായി, കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇത് ബോറടിക്കാൻ തുടങ്ങി. അതായത് കുറേ മീഡിയക്കാർ ഇവരെ ബൈറ്റിന് വേണ്ടിയിട്ടൊക്കെ വരാൻ തുടങ്ങി. ഇവരെ ഇൻ്റർവ്യൂകൾ ഒരുപാട് വന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിൽ ഇവരെ സെലിബ്രിറ്റി ആയിട്ടാണ് മീഡിയക്കാർ കരുതുന്നതൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു, ഈ സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ പറയുന്നത് അതിന് മാത്രമൊന്നുമില്ല, മരുമാര് കണ്ടില്ല എന്താ കാണിക്കണത്, കോപ്രായം കാണിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അവർ മറ്റേ ഒരു പിറന്നാളിൻ്റെ വിഷിന് വേണ്ടി 2500 5000 എന്തോ വാങ്ങണ്ടെന്നുള്ള പിന്നീട് ഇത്രയും കാശൊക്കെ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുവരെ അവർ ആയിക്കോട്ടെ പാവങ്ങൾ ജീവിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ ടീംസ് നേരെ ഓപ്പോസിറ്റ് കുത്തി. അപ്പോൾ ഇതാണ് മലയാളികളുടെ അവസ്ഥ. എനിക്ക് ഇവിടെ ഓൻ്റെ കാര്യത്തിൽ, നമ്മുടെ ചെക്കൻ്റെ അവസ്ഥയിൽ, ചിത്രൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്നാണ് ആ ആൾക്കാരെല്ലാവരും കൂടി നിലം വാരി അടിക്കുക. അതാണ് കാര്യം. ഇപ്പോൾ അവൻ എന്താ വെച്ചാൽ സെലിബ്രിറ്റി ആയാലും, സെലിബ്രിറ്റി ആയ രീതിയിലാണ്, സെലിബ്രിറ്റി ആയി എന്നല്ല, ജനങ്ങളുടെ ഇടയിലുണ്ട്, ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് മറ്റുള്ളവരെ കണ്ടുകളിൽ ആ ഒരു സെലിബ്രിറ്റി ആയി ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഇൻ്റർവ്യൂസും ഒക്കെ അവൻ്റെ വന്നു, സംഗതികളൊക്കെ വന്ന്. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇപ്പോൾ മല്ലു ട്രാവലറിൻ്റെയൊക്കെ ഒരു ഇതിൽ സംഭവിച്ച പോലെ മല്ലു ട്രാവലർക്കൊന്നും ഒരു വിലയും കൊടുത്തായിരുന്നില്ല ഇപ്പോൾ ഒന്നും കുറച്ച് കാലമായിട്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇവനും അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര അഹങ്കാരം മൂത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് കമൻറ്റ്സ് വരും. അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട അതേപോലെ വേണം ഇപ്പോഴും ആൾ വിചാരിച്ചിട്ടേ. ഇപ്പോൾ ചില ആളുകൾ സ്റ്റാർട്ടിങ്ങിലുള്ള ചിത്രനെ ഒരുപാട് ഇഷ്ടമുണ്ടാകും. ഇപ്പോൾ ചിത്രനെ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഗാഡ്ഗറ്റ്സിലോ അല്ലെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിലോ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ അപ്പോൾ അവന് ജാടേ, അവൻ അഹങ്കാരേ, മുമ്പത്തെ ചിത്രം ഇങ്ങനെയില്ല, നമ്മുടെ ചിത്രം ഇങ്ങനെയില്ല എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ട് കേസ്. അത് ചിത്രന് നല്ല പണി കിട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും ചിത്രൻ ഒരു പ്രചോദനമാണ് നമ്മുടെ പാഷൻ്റെ പുറകെ സഞ്ചരിക്കുക എന്നുള്ള സാധനം. പക്ഷേ എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ പാഷൻ്റെ പുറകെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബം നോക്കാനുള്ള കാശ് ഉണ്ടാവില്ലായിരിക്കും. നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക സമയത്ത് നമ്മൾ അന്തം വിട്ട് നിൽക്കും ഗൈസ്. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓപ്പണായിട്ട് ഇടാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് ഗൈസ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മുടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും ഒക്കെ നമുക്ക് ഒരുപാട് ചീത്തപ്പേരും കുത്തുവാക്കുകളും പരിഹാസവും എവിടെ പോകുമ്പോഴും നമ്മുടെ കളിയാക്കലും ഒക്കെ വരുന്നതായിരിക്കും ഗൈസ്. ഇപ്പം ഞാൻ തന്നെ ചെറിയ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റർ, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദൈവമേ. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ, സങ്കടം നിറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ ഷോക്കേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഡയറി എഴുതണ പോലെ, എൻ്റെ ഒരു ഡയറി എഴുതണ പോലെ സാധനമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴേ ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നു ചിത്രനൊക്കെ എത്ര നേരിട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കുറേ സന്തോഷം ഞാൻ ആലോചിക്കുന്നു, ചിത്രം കുറേ കാട്ടുകോടയാണ് പോണത്. അപ്പോൾ അവിടെ കുറേ മൃഗങ്ങളല്ലാണ്ട് മനുഷ്യന്മാരൊന്നും വലിയ കുത്തും ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ. കേരളത്തിലാണ് കറങ്ങണമെങ്കിൽ തിരിയും. പക്ഷേ അത് പറഞ്ഞപ്പോഴേ ഗൈസ് എൻ്റെ വലിയൊരു ആഗ്രഹം കേട്ടോ, എനിക്ക് ഈ പാലക്കാട് ജില്ലയിൽ നല്ല രീതിയിലൊന്നും സഞ്ചരിക്കുന്നുണ്ട് ഗൈസ്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കണമെന്നുണ്ട്. എന്നിട്ട് പതുക്കെ അടുത്ത ജില്ലയ്ക്ക് ചാടി അങ്ങനെ ഓരോ ജില്ല കവർ ചെയ്തിട്ട് പിന്നെ കേരളം മൊത്തം ഒന്ന് വൃത്തിയായിട്ട് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗൈസ്. അങ്ങനെ ഇറങ്ങണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാന്. ഇറങ്ങണം, നമ്മളെന്തായാലും യൂട്യൂബിൽ ഇതുണ്ടല്ലോ, അങ്ങനെ കയറി വരട്ടെ. അങ്ങനെ അതൊരു വലിയൊരു സീരിയസ് ആയിട്ടൊരു സംഭവമായിട്ട് എടുക്കണം എന്നൊക്കെയാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ കുറച്ച് പ്ലാനുകളുണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ചിത്രനെ ദയവ് ചെയ്ത് നിങ്ങൾ കാല് വാരി നിലത്തടിക്കരുത്. നമ്മുടെ ചിത്രം പാവമാണ്. അപ്പോൾ ചിത്രൻ എങ്ങാനും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ചിത്ര ശ്രദ്ധിക്കാം, ആളുകൾ ഇരുതല വാള് മൂർച്ചയുള്ള വാള് പോലെയാണ്. എപ്പോഴാണ് ഇരുതലയുള്ള മൂർച്ച എന്താവട്ടെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ.